89.6 FM Sargakshetra SK Junction. വെൽക്കം ടു കുടുംബശ്രീ വേറെ ലെവൽ സ്പെഷ്യൽ പ്രോഗ്രാം. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മുടെ കൂടെ കുടുംബശ്രീ വേറെ ലെവൽ സ്പെഷ്യൽ പ്രോഗ്രാമിൽ അതിഥിയായിട്ടുള്ളത് പുഷ്പ ചേച്ചിയാണ്, ആർപ്പൂക്കര കുടുംബശ്രീ ചെയർപേഴ്സൺ. ചേച്ചി നമസ്കാരം. നമസ്കാരം. നമുക്കറിയാം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി എന്ന് പറയുന്നത് അനവധി ആളുകൾ വരുന്ന ഒരു ആശുപത്രി തന്നെയാണ്. അതും പല ജില്ലകളിൽ നിന്ന്, ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി തുടങ്ങിയ ജില്ലകളിൽ നിന്നൊക്കെ ആളുകൾ വരുന്ന സ്ഥലമാണ്. അവിടെ വരുന്ന രോഗികൾക്കായിക്കോട്ടെ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സിനായിക്കോട്ടെ എല്ലാവർക്കും ഒരു സഹായഹസ്തമായിട്ട് കുടുംബശ്രീ കൂടെയുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരുപാട് സംരംഭങ്ങളുണ്ട്. ആ സംരംഭങ്ങളെ കുറിച്ചൊക്കെയാണ് ഇന്ന് കുടുംബശ്രീ വേറെ ലെവൽ എന്ന സ്പെഷ്യൽ പ്രോഗ്രാമിലൂടെ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ചേച്ചി, നമുക്കറിയാം പല മേഖലകളിൽ കുടുംബശ്രീ പ്രവർത്തനം അനുഷ്ഠിക്കുന്നുണ്ട് അല്ലേ? ഇപ്പം പല വിവിധ മേഖലകൾ എന്ന് പറയുമ്പോൾ ഫുഡ് ഉണ്ട്, പാർക്കിംഗ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഉണ്ട്. അപ്പം അവ ഏതൊക്കെയാണ് എന്നുള്ളതൊന്ന് വ്യക്തമാക്കാവോ? നമ്മുടെ കുടുംബശ്രീയുടെ സംരംഭം എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് നമുക്ക് നിൽക്കുന്നത് ഒരു പിങ്ക് കഫേ. അത് നമ്മളുടെ മോർച്ചറിയുടെ ഒക്കെ വിഭാഗത്തിലായിട്ട് വരും. അവിടെ ഒരു പിങ്ക് കഫേയുണ്ട്. പിന്നെ നമ്മുടെ കാഷ്വാലിറ്റിയുടെ വാതുക്കൽ ഒരു കഫേയുണ്ട്, കാർഡിയോളജിയിലുണ്ട്, പിന്നെ വാർഡ് ബേസിലുണ്ട്, 2ാം വാർഡിൻ്റെയൊക്കെ അവിടെയുണ്ട്. അങ്ങനെ പിന്നെ ഒരു ജനകീയ ഹോട്ടൽ ഗൈനക്കിൽ. ഇതാണ് കഫേകൾ 5 ഒരു ജനകീയ ഹോട്ടലായിട്ടും നമുക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ സംരംഭമായിട്ടുണ്ട്. പിന്നീടുള്ളൊരു സംരംഭം എന്ന് പറയുന്നത് നമുക്ക് പാർക്കിംഗ് ആണ്. പാർക്കിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ തുടക്കത്തിൽ നമ്മളുടെ കുടുംബശ്രീക്കാരെ കൊണ്ടുവന്ന് നമ്മൾ 24 പേരെ വെച്ച് 3 ഷിഫ്റ്റ് വെച്ച് പല സ്ഥലങ്ങളിൽ നിന്നും അവർക്ക് പോയിന്റുകൾ ഇട്ട് കൊടുത്ത് വരുന്ന വണ്ടികളെ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടുന്ന സംവിധാനങ്ങൾ നമ്മളുടെ കുടുംബശ്രീ ചേച്ചിമാർ തന്നെ അവർക്ക് വേണ്ട സൗകര്യങ്ങളല്ല, അവരുടെ വണ്ടി എവിടെ നിൽക്കണം, അവിടെ ആയിരിക്കണം പോയിന്റ് ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ടൊരു മാർഗരേഖ കാണിച്ചു കൊടുത്ത് അവരുടെ വണ്ടി പോകുന്നിടം വരെ നമ്മുടെ കുടുംബശ്രീ ചേച്ചിമാരാണ് സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് വേറൊരു ലെവലായി. ഇപ്പം പറഞ്ഞതുപോലെ വേറൊരു ലെവൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബൂം ബാരിയർ വന്നപ്പോഴത്തേക്കിന് നമ്മളുടെ ചേച്ചിമാർ കുറേയും കൂടെ വേറെ തലത്തിൽ വന്നിരിക്കുന്നു. ഇപ്പോൾ അവിടെ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ഇപ്പോൾ ഔട്ടിലാണ് അവരിയ്ക്കുന്നത്. പല ഭാഗങ്ങളിലും അവർ കൃത്യമായിട്ട് വണ്ടി ഏത് രീതിയിൽ പോകണം, ഓരോ വാർഡിലോട്ടും പോകുന്ന വണ്ടികൾ എവിടെയാണ് കിടക്കേണ്ടത്, അത് ഏത് പ്രദേശത്തു നിന്ന് വരുന്നതാണെങ്കിലും അവർക്ക് ഇറങ്ങി പോകുന്നതിനുള്ള സൗകര്യങ്ങളും കൃത്യമായിട്ട് അവരെ വഴി കാണിച്ചുകൊണ്ട് നമ്മളുടെ കുടുംബശ്രീ ചേച്ചിമാർ, നമ്മുടെ കുട്ടികളും അവിടെ കൃത്യമായിട്ട് തന്നെ പാർക്കിംഗ് ഏരിയ സംവിധാനം ചെയ്തു കൊടുക്കുന്നുണ്ട്. ക്ലീനിങ്ങുമായിട്ട് നമ്മൾ ആദ്യത്തെ നമ്മുടെ 26 വർഷമായി നമ്മുടെ കുടുംബശ്രീ മുന്നിട്ട് വന്നിട്ട്. അപ്പോഴത്തേക്കിന് 26 വർഷത്തിനിടയ്ക്ക് നമ്മൾക്ക് 17 വർഷത്തോളമായി നമ്മളുടെ കുടുംബശ്രീ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഏകദേശം 40 പേരിൽ നിന്നാണ് നമ്മുടെ കുടുംബശ്രീ ഒരു സംരംഭം ഈ ക്ലീനിങ്ങിന് ആദ്യമായിട്ട് കയറിയത്. അവിടെ നിന്നും ആ 40 നിന്നും നമ്മുടെ കുടുംബശ്രീ 26 വർഷം പിന്നിട്ടപ്പോൾ ഇപ്പോൾ ഏകദേശം 600ഓളം കുടുംബശ്രീകളെ അവിടെ വരുമാനദായകരായിട്ട് വന്നിരിക്കുന്നു. ഏകദേശം 260ഓളം കുടുംബശ്രീ അംഗങ്ങൾ ക്ലീനിങ്ങിനായിട്ട്, അതായത് നമ്മുടെ ആൺകുട്ടികളായിട്ടും അമ്മമാരായിട്ടും ചെറുപ്രായക്കാർ വിദ്യാസമ്പന്നരായിട്ടുള്ളവർക്ക് വേറെ. അപ്പോൾ ക്ലീനിങ്ങിനായിട്ട് തന്നെ ഏകദേശം അത്രത്തോളം 260ഓളം കുടുംബങ്ങൾ അവിടെ കഴിയുന്നുണ്ട്. ഓക്കെ. അങ്ങനെ പല മേഖലകളിൽ നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കുടുംബശ്രീ തങ്ങളുടെ സേവനം അനുഷ്ഠിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഇപ്പോൾ ഒന്ന് ചുരുങ്ങിയ വാക്കുകളിൽ മാത്രമാണ് കേട്ടത്. ഇനി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോന്നും കേൾക്കാനായിട്ട് പോവുകയാണ്. അതിൻ്റെ വളർച്ച എത്രത്തോളമായിരുന്നു, അത് ഒരുപാട് പേരെ എങ്ങനെയൊക്കെ എത്രത്തോളം അത് അഫക്റ്റ് ചെയ്തു തുടങ്ങിയതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കേൾക്കുന്നു SK ജംഗ്ഷനിലൂടെ. അപ്പോൾ തുടർന്ന് കേട്ടുള്ളൂ കുടുംബശ്രീ വേറെ ലെവൽ പ്രോഗ്രാം ഓൺ സർഗക്ഷേത്ര 89.6 FM. പാട്ടുകൾക്ക് ശേഷം മറ്റു കാര്യങ്ങൾ നമുക്ക് കേട്ടറിയാം. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM Sargakshetra SK Junction. സർഗക്ഷേത്ര 89.6 FM കൂടെയുള്ളത് ജോ ആണ്. കുടുംബശ്രീ വേറെ ലെവൽ എന്ന സ്പെഷ്യൽ പ്രോഗ്രാമിൽ നമ്മുടെ കൂടെ ഇന്നുള്ളത് പുഷ്പ കിഷോർ, ആർപ്പൂക്കര കുടുംബശ്രീ ചെയർപേഴ്സൺ. ചേച്ചി, നമ്മൾ കുടുംബശ്രീയും കോട്ടയത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തുന്ന സേവനങ്ങൾ, അവിടെ തുടങ്ങിയിട്ടുള്ള സംരംഭങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞത്. നമ്മുടെ സംസ്ഥാന ശുചിത്വ മിഷൻ്റെ അംഗീകാരത്തോടു കൂടെ തുടങ്ങിയിട്ടുള്ള ഒരു സർവീസാണ് നമ്മുടെ ഈ ഒരു പ്ലാസ്റ്റിക് വേസ്റ്റ് കളക്ട് ചെയ്ത് അതൊരു വരുമാന സ്രോതസ്സാക്കി മാറ്റുന്ന ഒരു സംഭവം. അപ്പോൾ അതിൻ്റെ വളർച്ചയെക്കുറിച്ച്, അതിൻ്റെ ആരംഭഘട്ടത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഓക്കെ.
നമ്മുടെ അവിടുത്തെ വേസ്റ്റ് മാനേജിങ് സിസ്റ്റം എന്ന് പറയുന്ന മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി, അവിടെ നമ്മൾ 21 വനിതകളെയാണ്, നമ്മുടെ കുടുംബശ്രീ വനിതകളെയാണ് നമ്മളവിടെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് വാർഡുകളിൽ നാം പറഞ്ഞല്ലോ മുമ്പേ പറഞ്ഞു, ക്ലീനിങ്ങിനായിട്ട് നമ്മുടെ കുടുംബശ്രീക്കാർ ചെയ്തു വെക്കുന്ന, അവർ പല പ്ലാസ്റ്റിക് എടുത്ത് വെക്കും. നമ്മൾ ഈ പേഷ്യൻറ്റിന് വേണ്ടിയിട്ടും അല്ലെ ബൈസ്റ്റാൻഡർമാരും പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് അവരത് പല ബാഗുകളാക്കി കെട്ടിവെച്ച് അത് നമ്മളുടെ കുട്ടികൾ അത് വണ്ടിയാൽ ശേഖരിച്ച് വേസ്റ്റ് മാനേജിങ് സിസ്റ്റം ഫെസിലിറ്റിയിൽ, മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റിയിൽ എത്തിക്കുകയും അവിടെ അവർ നമ്മളുടെ കുടുംബശ്രീ അംഗങ്ങൾ ആ പ്ലാസ്റ്റിക്കുകളെ പലതായിട്ട് തരംതിരിക്കും. 21 കുടുംബങ്ങളാണ് അവിടെ നിന്നും വരുമാനദായകരായി മാറുന്നത്. അപ്പം ആ വരുന്ന പ്ലാസ്റ്റിക്കുകളും കുപ്പികളുണ്ടാകും, അതെല്ലാം വെവ്വേറെയാക്കി ഓരോന്നിനെയും തരംതിരിച്ച് 21 പേരും കൂടെ തരംതിരിച്ച് പ്ലാസ്റ്റിക്കുകളിലാക്കി അത് മെഡിക്കൽ കോളേജിന് കൈമാറുന്നു. അതിൻ്റെ ലാഭവും ഇതെല്ലാം വരുമാനം മെഡിക്കൽ കോളേജിന്, അതൊരു വലിയൊരു വരുമാനം തന്നെ. കാരണം ഇവിടെ ഇത് വേസ്റ്റാക്കി, നമ്മൾ വേസ്റ്റാണത്, ആ വേസ്റ്റാണ് നമ്മളുടെ കുടുംബശ്രീ ചേച്ചിമാരിൽ നിന്ന് 21 പേരുടെ നിന്ന് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നത്. അവർക്കും സന്തോഷം, നമ്മളുടെ ചേച്ചിമാർക്ക് അത്രയും പേർക്ക് ഒരു തൊഴിൽ നമ്മൾ നൽകുന്നത്. തീർച്ചയായിട്ടും സാമാന്യം നല്ല വരുമാനത്തോടു കൂടി നല്ല സന്തോഷത്തോടു കൂടി വേറിട്ട് നിൽക്കുന്ന ഒരു ജോലിയാണത്. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ പറയാം, ഇപ്പം ഒരു വരുമാന സ്രോതസ് എന്നുള്ള നിലയിൽ മാത്രമല്ല, നമ്മുടെ ഭൂമിയെ കാത്ത് സംരക്ഷിക്കുന്ന ഒരു കാര്യം കൂടി തന്നെയാണ്. കാരണം പ്ലാസ്റ്റിക് നമ്മൾക്കറിയാം, പണ്ട് ഇത് ചെയ്തുകൊണ്ടിരുന്നത് ഡീപ്പായിട്ട് നമ്മൾ കുഴിയെടുത്ത് അവിടെ കൊണ്ടുപോയി അത് നമ്മൾ വേസ്റ്റ് ഇടുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ അതിനെ അതിന് റീസൈക്കിൾ ചെയ്ത് അതിനെ പല രീതികളിലാക്കി മാറ്റുന്നു. നല്ല വരുമാന സ്രോതസ്സുള്ളൊരു സിസ്റ്റമായി മാറിയിരിക്കുകയാണ്. കുടുംബശ്രീയുടെ സംരംഭങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എങ്ങനെയൊക്കെയാണ്, അത് ഏതൊക്കെയാണ്, എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. സോ അതൊക്കെ കേൾക്കാനുള്ള പരിപാടിയാണ് കുടുംബശ്രീ വേറെ ലെവൽ ഓൺ സർഗക്ഷേത്ര 89.6 FM. ഇനിയും ധാരാളം കാര്യങ്ങൾ കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM-ൽ കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള എക്സ്പേർട്ട് പുഷ്പ കിഷോർ ആർപ്പൂക്കര കുടുംബശ്രീ ചെയർപേഴ്സൺ. ചേച്ചി, നമ്മൾ കുടുംബശ്രീയുടെ സംരംഭങ്ങളെ കുറിച്ചാണ് പറയുന്നത്. സ്പെഷ്യലി കുടുംബശ്രീ നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിജയകരമായിട്ട് നടത്തി വരുന്ന എന്ന് എടുത്തു പറയുന്നത് നടത്തി വരുന്ന സംരംഭങ്ങളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രിയിൽ ഒന്നൊരു കാപ്പി കുടിക്കണം, അല്ലെങ്കിൽ ഇച്ചിരി ഒന്ന് വെള്ളം കുടിക്കണം എന്ന് ആലോചിക്കുവാണെങ്കിൽ എന്തിനെ പേടിക്കണം, നമ്മുടെ പിങ്ക് കഫേ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് എല്ലാവരും അവിടെ വരുന്നത്. എനിക്കൊന്നും അവിടെ വരുന്ന രോഗികൾ ബൈസ്റ്റാൻഡേഴ്സ് മാത്രമല്ല, അത് വരുന്ന കോട്ടയം മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യാത്രികർ ഒരുപാട് പേര് വരുന്നൊരു സ്ഥലം തന്നെയാണ്. അപ്പം എടുത്തു പറയേണ്ട ഒരു സംരംഭം തന്നെയാണ് ഈ പിങ്ക് കഫേ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭക്ഷണ മേഖലയിലെ മറ്റ് സംരംഭങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് വ്യക്തമാക്കും. ഇതിൻ്റെ വളർച്ച, ഇതിൻ്റെ ആ ഒരു പ്രാരംഭഘട്ടം എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. നമ്മുടെ അതറിയാം, ഹൃദയഭാഗത്തായിട്ടാണ് പിങ്ക് കഫേ ഇരിക്കുന്നത്. മെഡിക്കൽ കോളേജിൻ്റെ ഹൃദയഭാഗം തന്നെ. ആർക്ക് പോയാലും, ഒരു വാഹനത്തെ പോയാലും അതിൽ നടന്നു പോകുന്നവർക്ക് എല്ലാവർക്കും അതൊരു പിങ്ക് കഫേ ഒരു വലിയൊരു സ്രോതസ്സാണ്, അവരുടെ ഒരു സെന്റർ ആണത്. അതൊരു നല്ലൊരു ഭാഗം തന്നെ. അവിടെ അതുപോലെ രാത്രിയിലൊക്കെ ആണെങ്കിലും കുട്ടികൾക്ക് ആഹാരം കഴിക്കണം, ഒരു വെള്ളം കുടിക്കണമല്ലോ, ചായ കുടിക്കണമല്ലോ, ചെറിയ സ്നാക്സ് എന്താണെങ്കിലും കഴിക്കണം. നമുക്ക് പേടിക്കാത്ത, കാരണം നമ്മുടെ കുടുംബശ്രീ വനിതകളാണ്. അതെ, അതാണ് നമ്മുടെ ഒരു സേഫ്റ്റി. വനിതകളാണ്, അവിടെ വേറെ ആരുമില്ല. അപ്പം അവരവിടെ ആവിയിൽ പുഴുങ്ങുന്ന ആഹാരം അപ്പം ലൈവായിട്ട് കൊടുക്കുന്ന ആഹാരങ്ങളുമാണ് ചെയ്യുന്നത്. അവിടെ ഏകദേശം 16 കുടുംബങ്ങളോളം അവിടെയുണ്ട്, കഴിയുന്നുണ്ട് പിങ്ക് കഫേലിന് ഡേ ആൻഡ് നൈറ്റ് 24 hour അല്ലേ. അവിടെ 5 പേരാണ് അതിൻ്റെ സംരംഭകരായിട്ട് മാറിയിരിക്കുന്നത്. അവരോടൊപ്പം തന്നെ ബാക്കി ഇത്രയും പേർക്കും നമ്മുടെ കുടുംബശ്രീ മുഖാന്തരം പിങ്ക് കഫേയിലൂടെ വരുമാനദായകരാക്കി മാറ്റാൻ സാധിക്കുന്നുണ്ട്. അവിടെ അപ്പോൾ അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ പാർക്കിംഗ് സിസ്റ്റവും പോകുന്നത്. ഓക്കെ. അപ്പം നമ്മൾ ഇപ്പം ഭക്ഷണ മേഖലയിലെ പ്രധാനമായിട്ടുള്ള, അതായത് നമ്മളെല്ലാവരും പൊതുജനങ്ങൾ എല്ലാവരും കാണുന്ന ഒന്ന് പിങ്ക് കഫേ എന്നുള്ളത് പറഞ്ഞു. അപ്പം ആശുപത്രിക്കുള്ളിൽ തന്നെ നമ്മുടെ കുടുംബശ്രീയുടെ മറ്റ് ഭക്ഷണ റിലേറ്റഡ് ആയിട്ടുള്ള സംരംഭങ്ങളുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊന്ന് പറയാമോ? കാഷ്വാലിറ്റിയിൽ, അതായത് നമ്മുടെ കാഷ്വാലിറ്റിയിൽ പെട്ടെന്ന് കൂടുതലും ആൾക്കാർ വരുന്ന സ്ഥലമാണ് കാഷ്വാലിറ്റി. എപ്പോഴും അവിടെ ഒരു ആപത്തൊന്ന് ഓടി അവർക്ക് പുറത്ത് പോയി ഓടിപ്പോകാതെ അതിനകത്ത് തന്നെ കാഷ്വാലിറ്റിയുടെ സെൻട്രൽ ഭാഗത്ത് തന്നെ നമ്മളുടെ അവിടെയും 4 പേരടങ്ങുന്ന
ഒരു യൂണിറ്റാണ് അവിടെ നിൽക്കുന്നത്. അവിടെ നല്ലൊരു രീതിയിൽ നമ്മൾക്ക് വരുന്ന ബൈസ്റ്റാൻഡേഴ്സിന് ചിലപ്പോൾ ഓടി അവസരമായിട്ടായിരിക്കും വരുന്ന ഒരു ഗ്ലാസ് വെള്ളത്തിന് വരുമ്പോൾ പല ടെൻഷനില്ല വരുന്നത്. പൊതുജനം എന്ന് പറയുന്ന മെഡിക്കൽ കോളേജിൽ വരുന്നവരെല്ലാം പല പല ടെൻഷനുമായിട്ടാണ് വരുന്നത്. അപ്പം നമ്മളുടെ അടുത്തോട്ട് വരുമ്പോൾ നമ്മൾ അവരുടെ സ്നേഹത്തോടുകൂടി എത്രയും നല്ല രീതിക്കാണോ അവരെ ആ ടെൻഷൻ മാറ്റിക്കൊണ്ട് അവരെ സന്തോഷത്തിലൂടെ അവർക്ക് ഒരു ഗ്ലാസ് കാപ്പി കൊടുക്കുമ്പോൾ അവർക്ക് ആ ഗ്ലാസ്സിൽ വെള്ളം ചായ കൊടുക്കുമ്പോൾ അവരെ സന്തോഷപ്രദമായ രീതിയിൽ കൊടുത്തുകൊണ്ട് അവരുടെ ടെൻഷൻ മാറ്റി അവരെ നല്ല രീതിക്ക് ആഹാരം കൊടുത്തു വിടുക, സ്നാക്സ് ആണെങ്കിലും കൊടുത്തു വിടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടുന്ന കൃത്യമായ ക്ലാസ്സുകൾ നമുക്ക് ജില്ലാ മിഷനിൽ നിന്നും നമുക്ക് തരുന്നുണ്ട്. ഞാനത് ചോദിക്കാനായിട്ട് വരുന്നത് കാരണം ഇപ്പം പല ആളുകൾ അപ്പം അവരെ ഡീൽ ചെയ്യാനായിട്ടുമൊക്കെ എത്രത്തോളം അവരുടെ മാനസികാവസ്ഥ നമ്മൾ ഒന്ന് ചിരിച്ച് കാണിക്കുമ്പോഴായിരിക്കും അവർക്ക് ചിലപ്പോൾ ഒരു സന്തോഷം വരുന്നത് തന്നെ. അപ്പം അതിന്റെ ക്ലാസ്സുകൾ എത്രമാത്രം ഉപകാരപ്രദമായി മാറുന്നത്? അത് നമുക്ക് ജില്ലാ മിഷൻ നമ്മൾ ആവശ്യപ്പെടുന്ന അതിനനുസരിച്ച് നമുക്ക് ക്ലാസ്സുകൾ തരുന്നുണ്ട്. കുടുംബശ്രീ മിഷൻ അതിനുള്ള ക്ലാസ്സുകൾ തരുന്നുണ്ട്. കുടുംബശ്രീ മിഷൻ്റെ ഈ ക്ലാസ്സാണ് നമുക്ക് ഏറ്റവും വലിയൊരു ഗുണം. അവർ നല്ല രീതിക്കുള്ള കുടുംബശ്രീ മിഷൻ അതിന് വേണ്ടുന്ന സജ്ജീകരണങ്ങളെല്ലാം ഉണ്ട്. ആ ക്ലാസ്സിലൂടെ നമുക്ക് കിട്ടുമ്പോൾ എങ്ങനെ വേണം നമ്മളവിടെ പെരുമാറാൻ, ഒരു വരുന്ന പൊതുജനങ്ങളോട് എങ്ങനെ വേണം, ഒരു സംരംഭകർ എന്തായിരിക്കണം, ബൈസ്റ്റാൻഡർമാരും പൊതുജനങ്ങളുമായിട്ടും എങ്ങനെ നിന്നാലേ ഉള്ളൂ നമ്മളുടെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ. ആ ബിസിനസ് വർദ്ധിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരു ആൾക്കും കൂടെ വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം 4 പേരുടെ ഒരു സംരംഭമാണെങ്കിൽ പോലും അവിടെ എത്രത്തോളം ആൾക്കാർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുക. അതിൽ നിന്നും അവിടെ നമുക്ക് വെള്ളം കൊണ്ടുതരുന്നവരുണ്ട്, അല്ലെ നമ്മുടെ യൂണിറ്റുകളിൽ നിന്നാണ് നമ്മൾ സ്നാക്സൊക്കെ മേടിക്കുന്നതും ഒക്കെ, പിന്നെ ആവിയിൽ പുഴുങ്ങുന്ന ആൾ. അപ്പം ആ സ്നാക്സ് ഉണ്ടാക്കാൻ നമ്മളുടെ യൂണിറ്റിന് നമ്മളുടെ ഈ കടയുള്ളത് കൊണ്ട് അവർക്കൊരു സംരംഭം തുടങ്ങുന്നുണ്ട്, അവർക്കും ഒരു വരുമാനമാണ്. അങ്ങനെ ഇതെല്ലാം സംയോജനത്തിലൂടെയാണ് മ്യൂച്വലി കണക്ട് ചെയ്ത് നമ്മൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും തണലുമായിട്ട് നമ്മൾ പിന്നെ അതിലുപരി നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല, കോട്ടയം മെഡിക്കൽ കോളേജ് കുടുംബശ്രീക്ക് ഒരു വലിയ പ്രാധാന്യം തന്നെ നൽകുന്നുണ്ട്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. സൂപ്രണ്ട് അതിൽ നമ്മളോടൊപ്പം തന്നെ കുടുംബശ്രീയോടൊപ്പം തന്നെ സൂപ്രണ്ടുണ്ട്. സൂപ്രണ്ടിൻ്റെ ഒരു വലിയ സപ്പോർട്ടും അവിടുത്തെ മറ്റ് ഉദ്യോഗസ്ഥരുടെയും സപ്പോർട്ട് നമുക്കുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ മുന്നോട്ട് ശക്തമായിട്ട് വളർച്ച കുടുംബശ്രീ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കുടുംബശ്രീ നടത്തുന്ന സംരംഭങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ കുടുംബശ്രീ വേറെ ലെവൽ എന്ന പ്രോഗ്രാമിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇനിയും ധാരാളം കാര്യങ്ങൾ നമുക്ക് കേട്ടറിയേണ്ടതായിട്ടുണ്ട്. അതൊക്കെ കേൾക്കാം പാട്ടുകൾക്ക് ശേഷം. 89.6 FM സർഗക്ഷേത്ര SK Junction. കുടുംബശ്രീ വേറെ ലെവൽ എന്ന സ്പെഷ്യൽ പ്രോഗ്രാമാണ് സർഗക്ഷേത്ര 89.6 FM നമ്മൾ കേട്ടുകൊണ്ട് ഇരിക്കുന്നത്. കൂടെയുള്ളത് ജോവാണ്. നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് പുഷ്പ കിഷോർ ആർപ്പൂക്കര കുടുംബശ്രീ ചെയർപേഴ്സൺ. ചേച്ചി, നമ്മളിങ്ങനെ കുടുംബശ്രീ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടത്തിക്കൊണ്ട് വരുന്ന സംരംഭങ്ങളെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞ് നിർത്തിയിട്ടുള്ള ഒരു സംരംഭത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. പിങ്ക് കഫേ, അല്ലെങ്കിൽ എസ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണ മേഖല, അല്ലെങ്കിൽ എല്ലാം തന്നെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഓരോ മേഖലകൾ തന്നെയാണ്. അപ്പം ഇതിൽ സ്ത്രീകളാണ് വർക്ക് ചെയ്യുന്നവരെല്ലാം തന്നെ. അപ്പം അവർക്ക് വേണ്ടി സംരക്ഷണം ഉറപ്പാക്കേണ്ടത് നമ്മൾക്ക് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം ആദ്യ സമയത്ത് ഈ 24 മണിക്കൂർ എന്ന് പറയുമ്പോൾ നേരിട്ടിരുന്ന വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? ആദ്യ സമയത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കുക, നമ്മളൊരു സംരംഭമായിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ രാത്രിയിൽ നമ്മളുടെ വീടിനെ വിട്ട് നിന്നിട്ടുള്ളവരല്ല. ഈ സംരംഭകരാരും വീട്ടിൽ നിന്നും ഭർത്താവിനെയോ കുടുംബത്തെ നിന്നും മാറി നിന്നിട്ടുള്ളവരല്ല. അവർ ഈ സംരംഭത്തിലോട്ട് കയറി കഴിയുമ്പോൾ ഡേ നൈറ്റ് വരുമ്പോൾ നൈറ്റൊക്കെ വരുമ്പോൾ ആശുപത്രിയാണ്, നമുക്കറിയാം. നമുക്കത് പ്രത്യേകിച്ച് അതിനെക്കുറിച്ചൊന്നും പറയേണ്ട. പലരും പൊതുജനങ്ങൾ വന്നു ചേരുന്ന സ്ഥലമാണ്. അപ്പോൾ പലരിൽ നിന്നും പല രീതിയിലുള്ള വാക്കുകൾ കൊണ്ടോ നോട്ടങ്ങൾ കൊണ്ടോ എന്തെങ്കിലുമൊക്കെ നമുക്കുണ്ടാകും. പക്ഷേ നമ്മൾക്ക് ഒരു മദ്യപിച്ചിട്ട് വരുന്നവരുണ്ടാകും, മദ്യപിക്കാത്ത നമ്മളോട് സംസാരിക്കുന്നവരുണ്ടാകും. എന്നാൽ മാന്യമായിട്ട് ഒരു വിഭാഗം നല്ല രീതിക്ക് മാന്യമായിട്ട് തന്നെ പെരുമാറുന്നവരുണ്ടാകും. എങ്കിലും 100-ൽ നമ്മളോട് അപമര്യാദയായിട്ടോ എന്തെങ്കിലും ഇതുണ്ടല്ലോ, മദ്യം കഴിച്ചിട്ട് വരുമ്പം മനുഷ്യരല്ല. അപ്പം ചിലപ്പോൾ അവരുടെ ടെൻഷനിൽ കഴിക്കുന്നതാവാം നമ്മുടെ അടുത്ത് വന്നാലും നമ്മൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അപ്പോൾ തന്നെ അവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റവും എയ്ഡ് പോസ്റ്റും അവിടുത്തെ പോലീസ് സംവിധാനവും അതിലുപരി നമ്മൾ അപ്പം തന്നെ നമ്മൾ അവിടുത്തെ മെയിൻ ഡോക്ടേഴ്സ് ആണെങ്കിൽ അത് നിയോഗിക്കപ്പെട്ടവരുണ്ട്, ഓരോന്നിനും നിയോഗിക്കപ്പെട്ടവരുണ്ട്. അവരെ അറിയിച്ചാൽ അപ്പോൾ തന്നെ അതിന് വേണ്ടുന്ന സുരക്ഷിതത്വം നമ്മളുടെ പോലീസിൽ നിന്ന് നമുക്ക് നൽകി തരാറുണ്ട്. ഏത് രാത്രിയിൽ വിളിച്ച് പറഞ്ഞാലും നമ്മൾക്ക് ഇന്ന ഒരു ആപത്ത് വന്നിട്ടുണ്ട്, അപ്പോൾ ഇവിടെ ഇടപെടണമെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ അവർ പോലീസിനെ എയ്ഡ് പോസ്റ്റിൽ അറിയിച്ച് എയ്ഡ് പോസ്റ്റ് അന്നേരം തന്നെ ഗാന്ധിനഗർ പോലീസിനെ വിളിച്ച് പറഞ്ഞ് അവർ വന്ന് നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് തരികയും പിടിച്ചുകൊണ്ട് പോകേണ്ടവരാണെങ്കിൽ അത് പിടിച്ചുകൊണ്ട്
പോയി അവർക്ക് വേണ്ടുന്ന ശക്തമായ ശിക്ഷ നൽകുകയും ചെയ്യും. അതിന് വലിയൊരു ഉദാഹരണമാണ് എൻ്റെ ഒരു ഫോൺ പോയത്. എൻ്റെ ഫോൺ പോയി. എൻ്റെ ഫോൺ പോയിട്ട് ഇപ്പം 3 മാസം 4 മാസത്തോളം 3.5 മാസം കഴിഞ്ഞു. അതിന് നല്ല തിരക്ക് വരുന്ന സമയങ്ങളുണ്ട്. രാവിലെ നിന്നൊക്കെ അവർക്ക് ഭക്ഷണങ്ങളൊക്കെ കൊടുക്കണം. അപ്പം വരുന്ന എൻ്റെ ഫോൺ കടയ്ക്കകത്തുനിന്ന് പോയിട്ട് ആ ഫോണ് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഏറ്റവും വലിയൊരു എയ്ഡ് പോസ്റ്റിൽ അറിയിക്കുകയും എയ്ഡ് പോസ്റ്റിൽ നിന്ന് അപ്പം തന്നെ വന്ന് ഗാന്ധിനഗർ പോലീസിൽ അറിയിക്കുകയും പോലീസിൽ നിന്നും 1.5 മാസം എടുത്തില്ല. അതിനു മുമ്പ് ആ ഫോൺ എനിക്ക് പെരുമ്പാവൂരിൽ നിന്നും നമ്മൾ ബംഗാളിൽ അവിടം വരെ ഫോൺ പോയി മലപ്പുറത്തുനിന്നാണ് പിടിച്ച് ആ ഫോൺ തിരിച്ചു തന്നു. അപ്പം അവിടെ നല്ലൊരു ഇടപെടൽ നമുക്കുണ്ട്, നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് സുരക്ഷിതത്വം നല്ല രീതിക്ക് തന്നെ മെഡിക്കൽ കോളേജിൽ നിന്നും കിട്ടുന്നുണ്ട്. അതിനുവേണ്ടി സംവിധാനം എല്ലാം ചെയ്തു തരുന്നത് നമ്മുടെ സൂപ്രണ്ടാണ്. അത് പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ല. ആ വാക്ക് നമുക്ക് പറയാതിരിക്കാൻ, സാറിനമാർ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. സൂപ്രണ്ട് അതിലുള്ള ഓരോ കാര്യങ്ങളിലും നമ്മളെ വിളിക്കുകയും ഓരോ മീറ്റിങ്ങുകളും ഞങ്ങളെ എല്ലാ മാസത്തിലും അവിടുത്തെ കഫേകളുടെ മീറ്റിങ്ങും ചെയർപേഴ്സണെയും വിളിച്ചും ജില്ലാ മിഷനിൽ നിന്നും വിളിച്ചും മീറ്റിങ്ങുകൾ നടത്തി അവിടെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് മാറ്റിക്കൊണ്ട് നമുക്ക് ചെയ്തു തരുന്നതുമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കൊറോണ കാലം എന്ന് പറയുന്നത് നമ്മൾക്ക് നല്ലൊരു ജീവിതം എല്ലാവരെയും വഴിമുട്ടിച്ചൊരു സമയമാണ് അല്ലേ. ഇപ്പം നമ്മളുടെ കുടുംബശ്രീ അംഗങ്ങളെ മെഡിക്കൽ കോളേജിൽ എല്ലാവർക്കും ജോലി കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും അവരെ ഷിഫ്റ്റ് ഇട്ടുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ജോലി ഇല്ലാതെ വീട്ടിലിരുന്നപ്പോഴും അവരെ വീടുകളിൽ ചെന്ന് അവർക്ക് കൊറോണയുടെ കിറ്റ് ഇട്ടുകൊണ്ട് തന്നെ ആംബുലൻസ് കൊണ്ട് രോഗികളെ ശുശ്രൂഷിക്കാനുള്ള ഒരു അവസരങ്ങൾ മെഡിക്കൽ കോളേജിൽ നിന്നാണ് ലഭിച്ചത്. ആ സമയത്താണ് നമ്മൾ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നത്. ഭക്ഷണങ്ങൾ കിട്ടുന്നില്ല. നേരത്തെ നമുക്ക് ഇപ്പോഴും DYFIയുടെ ചോറായിട്ടും നവജീവൻ ട്രസ്റ്റിൻ്റെ അല്ലാതെ പല ട്രസ്റ്റുകളുടെയും ഭക്ഷണങ്ങൾ അവിടെ വരുന്നവർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്താണ് സർക്കാർ ജനകീയ ഹോട്ടലുകൾ ആരംഭിച്ചത്. അങ്ങനെ ആരംഭിച്ചൊരു ജനകീയ ഹോട്ടൽ കോട്ടയം മെഡിക്കൽ കോളേജ് ഗൈനക് വിഭാഗത്തിലുണ്ട്. ഏകദേശം അവിടെ ഭക്ഷണത്തിന് വരുന്നവർക്ക് തൃപ്തരായിട്ട് തന്നെയാണ് പോകുന്നത്. കാരണം പുറത്തോട്ട് പോകണ്ട, 30 രൂപയ്ക്ക് ഭക്ഷണം കിട്ടും, പാഴ്സലിന് 35 രൂപയ്ക്കും അവരുടെ വയറ് നിറച്ച് അവർ സന്തോഷപ്രദമായിട്ട് വന്നിരുന്ന് ആ ബൈസ്റ്റാൻഡേഴ്സിന് ഓടി നടക്കുമ്പോൾ അവർക്ക് എപ്പം വിളിച്ചാലും ഭക്ഷണം കിട്ടും എന്നുള്ള ഉറപ്പുള്ള ഒരു വേദിയാണ് ജനകീയ ഹോട്ടൽ. നമുക്ക് ആശുപത്രിക്കുള്ളിൽ തന്നെ ഒരു ജനകീയ ഹോട്ടൽ പ്രവർത്തിക്കുന്നത്. എപ്പോഴും അവിടെ വരുന്ന പൊതുജനങ്ങൾക്ക് വന്ന് മെഡിക്കൽ കോളേജിൻ്റെ ഇപ്പം ഉച്ചയ്ക്കത്തെ ഊണ് അവർക്ക് ഭക്ഷണം കിട്ടിയില്ല എങ്കിൽ ഓടി ജനകീയ ഹോട്ടലിൽ വരും. ഇതൊക്കെ ഒരു കുടുംബശ്രീയിൽ നിന്നും കിട്ടിയിരിക്കുന്ന ഒരു വലിയൊരു കുടുംബശ്രീ അംഗങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു നമുക്ക് കിട്ടുന്ന ഒരു പിന്നെ നമുക്ക് അതൊരു വലിയൊരു സംതൃപ്തരാണ്. അവിടുത്തെ ജോലിക്കാരാണെങ്കിലും അത് 6 പേരാണെങ്കിലും അവിടെ 21 പേര് ജോലി ചെയ്യുന്നുണ്ട്. ഇത്രയും കുടുംബങ്ങൾക്ക് അവിടെ ജോലി വരുമാനം ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ ഇവർക്ക് ആഹാരം പാകം ചെയ്ത് അവിടെ തന്നെ ചെയ്ത് കൊടുക്കുന്നത്. ആഹാരം പാകം ചെയ്ത് ലൈവ് ഉണ്ടാക്കി നമ്മൾ കൊടുക്കും. അപ്പം അവിടെയൊന്നും നമുക്ക് വേണ്ടുന്ന ടേസ്റ്റ് നോക്കാനാണേലും അതിൽ മായം കലർന്നിട്ടുണ്ടോയെന്നും എല്ലാം എപ്പോഴും അതിൻ്റെ ഫുഡിൻ്റെ ആൾക്കാർ വന്ന് നോക്കി, ഹെൽത്തിൻ്റെ ആൾക്കാരും എന്നും വന്നും ഭക്ഷണം ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ആഹാരം അവിടെ കൊടുക്കുക. അതുകൊണ്ട് നല്ലൊരു സുരക്ഷിതത്വം കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. കുടുംബശ്രീക്ക് അതിൻ്റെ വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തരുന്നുണ്ട്. അടിസ്ഥാനം സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മുടെ വേര് സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ അതിനകത്ത് നിന്ന് വരുന്ന ഫലങ്ങളും നല്ലതാകത്തുള്ളൂ. നമ്മുടെ അടിസ്ഥാനം വളരെ സ്ട്രോങ് ആണ്. നമുക്ക് വേണ്ട സംരക്ഷണവും എല്ലാം സ്ട്രോങ് ആണ്. അപ്പം നമുക്ക് കിട്ടുന്ന റിസൾട്ടും അതുപോലെ തന്നെ ഗംഭീരമാണ്. കുടുംബശ്രീയുടെ സംരംഭങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉള്ളത് ഏതൊക്കെ എന്നുള്ളത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനി കുറച്ച് പാട്ടുകളാണ് കേൾക്കാം. സർഗക്ഷേത്ര 89.6 FM കുടുംബശ്രീ വേറെ ലെവൽ പ്രോഗ്രാം വിത്ത് മീ RJ ജോ. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. കുടുംബശ്രീ വേറെ ലെവൽ എന്ന പ്രോഗ്രാമിലൂടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കുടുംബശ്രീയുടെ സംരംഭങ്ങൾ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണ് കേട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ളത് പുഷ്പ കിഷോർ, അർപ്പൂക്കര കുടുംബശ്രീ ചെയർപേഴ്സൺ. ചേച്ചി, നമ്മളിങ്ങനെ നമ്മുടെ വിവിധ തരത്തിലുള്ള അല്ലെങ്കിൽ വിവിധ മേഖലകളിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ കുടുംബശ്രീ അനുവർത്തിച്ച് വരുന്ന ഈ ഒരു സംരംഭങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എടുത്തു പറഞ്ഞു, ഇപ്പം ചേച്ചി പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടപ്പോൾ തന്നെ മനസ്സിലായി അതിൻ്റെ ഒരു വിജയഗാഥ എത്രത്തോളമാണ്. ഇപ്പോൾ ഓരോ വർഷം കടന്നു പോകുന്തോറും അത് മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടേ ഇരിക്കുന്നത്. അപ്പം ഇതിങ്ങനെ സ്റ്റഡി ആയിട്ട് ഈ ഒരു വളർച്ച ഇങ്ങനെ കീപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ചില ഘടകങ്ങൾ അല്ലെങ്കിൽ ചില കാരണങ്ങൾ എന്തൊക്കെയാണ്? എസ്പെഷ്യലി നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ സംരംഭങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്ന് വ്യക്തമാക്കുക അതിനെക്കുറിച്ച്. നമുക്കിപ്പം അവരുടെ വളർച്ച എന്ന് പറഞ്ഞാൽ ഇപ്പം പിങ്ക് കഫേ തുടങ്ങിയിട്ട് 5 വർഷക്കാലമായി, പാർക്കിങ്ങും തുടങ്ങിയിട്ട്
8, 9 വർഷത്തോളമായി. അപ്പം ആദ്യ കാലങ്ങളിൽ തുടങ്ങിയപ്പോൾ അവർക്ക് സ്ത്രീകൾക്ക് സ്വയം വരുമാനം ഇല്ലാതിരുന്ന ആൾക്കാരായിരുന്നു. ഇപ്പം നമ്മൾ ഇത്രയും കുടുംബങ്ങളെ സ്വയം വരുമാനദായകരാക്കി, സ്ത്രീകളിലൂടെ സ്വയം വരുമാനദായകരാക്കിക്കൊണ്ട് അവർക്കിപ്പോൾ ഒരു കാര്യത്തിനൊരു ഭർത്താവിനെ ആശ്രയിക്കേണ്ട ആവശ്യം വരുന്നില്ല. കുടുംബത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർ സ്വയം പ്രാപ്തരായി. എങ്ങനെ നമുക്ക് വരുമാനം ഉണ്ടാക്കാം, അതൊരു കുടുംബശ്രീയിൽ നിന്ന് കിട്ടുന്നൊരു വലിയ നേട്ടമല്ലേ. അതിന് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി തരുന്ന കുടുംബശ്രീ മിഷനാണ്. കുടുംബശ്രീ മിഷൻ അതിന് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും നമുക്ക് തരും. മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഭാഗം അവിടെ കിടക്കുന്നതുകൊണ്ടാണ് ഇത്രയും കുടുംബങ്ങൾക്ക് കുടുംബശ്രീയിലൂടെ വരുമാനം ലഭിക്കുന്നത്. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി വലുത് തന്നെയാണ്. മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റി നമുക്ക് ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെ. അതിനെ നമുക്ക് ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റത്തില്ല. അതിലൂടെ ഇത്രയും കുടുംബങ്ങളെ രക്ഷിച്ച് അവരുടെ കുടുംബങ്ങളിൽ കുട്ടികളെ ഇപ്പോൾ തുടക്കത്തിൽ വന്നിരിക്കുന്നു, ഇപ്പോൾ പറഞ്ഞല്ലോ ക്ലീനിങ് സ്റ്റാഫിൻ്റെ, അവർക്ക് അന്ന് തുടങ്ങിയപ്പോൾ തീർത്തും ഇതായിരുന്നുവെങ്കിൽ ഇന്ന് അവരുടെ മക്കളൊക്കെ വിദ്യാസമ്പന്നരാക്കുവാനും അവരെ വിവാഹിതം കഴിച്ചു വിടാനും ഒക്കെ നമ്മളുടെ വനിതകൾക്ക് അതിന് കുടുംബശ്രീക്ക് അതിനൊരു വലിയൊരു ഭാഗമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർക്കൊരു ലോൺ എടുക്കണമെങ്കിൽ നമുക്ക് ലോൺ എടുക്കാം. കാരണം നമുക്കൊരു ജോലിയുണ്ട്, ഒരു വരുമാനമുണ്ട്. അത് കൃത്യമായിട്ടൊരു ക്ലീനിങ്ങിനാണ് ഇത്ര സമയം തൊട്ട് ഇത്ര സമയം വരെ മതി, നല്ല വേതനവുമുണ്ട്. മെഡിക്കൽ കോളേജ് നമുക്കൊരു സുരക്ഷിതത്വമല്ലേ നല്ലൊരു സ്ഥാപനത്തിൽ. അപ്പോൾ കുടുംബശ്രീ അംഗങ്ങളെ സംബന്ധിച്ച് ആർപ്പൂക്കര കുടുംബശ്രീക്ക് വലിയൊരു മുന്നേറ്റം തന്നെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് നൽകിക്കൊണ്ടിരിക്കുക. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതിനോടൊപ്പം സഹായിച്ചു തരുന്ന ആരാ? കുടുംബശ്രീ മിഷൻ, കോട്ടയം കുടുംബശ്രീ മിഷനാണ്. ഓക്കെ, ഞാനപ്പോൾ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പം നമുക്ക് ചെയർപേഴ്സൺ എന്ന നിലയിൽ ചേച്ചിയുടെ അടുക്ക് ഒരുപാട് പേര് ഇപ്പം വരുന്നത്, ഇപ്പം കുടുംബശ്രീയിൽ അംഗമല്ലാത്ത ആളുകൾ എനിക്കൊരു ജോലി ആവശ്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആളുകൾ വരുന്നുണ്ടോ? അതിൻ്റെ എണ്ണം കൂടുന്നുണ്ടോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? ഉണ്ട്. ഇപ്പോൾ കുടുംബശ്രീ അംഗങ്ങളല്ല, വിദ്യാസമ്പന്നരായിട്ട് നിൽക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ കുടുംബശ്രീ കുടുംബങ്ങളിൽ അവരെ നമ്മൾ ഡേറ്റ എൻട്രിക്ക് അഭ്യസ്തര വിദ്യരായിട്ട് നിൽക്കുന്നവരുണ്ട്. അവരെ നമ്മൾ ഓപ്പർച്യൂണിറ്റി ഡേറ്റ എൻട്രിക്ക് നമ്മൾ വിഭാഗം ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഡേറ്റ എൻട്രി ഉണ്ട് കുടുംബശ്രീ അംഗങ്ങളുടെ മക്കള്. ഓക്കെ, മക്കൾക്ക് ജോലി നമ്മൾ കൊടുക്കുന്നുണ്ട്. അതും ഒരു നല്ലൊരു കാര്യമല്ലേ? തീർച്ചയായിട്ടും. കുടുംബശ്രീ അംഗങ്ങളുടെ വിദ്യാസമ്പന്നരായിട്ട് നിൽക്കുന്ന മക്കൾ ഇന്നൊരു കമ്പ്യൂട്ടർ പഠിച്ചിട്ട് നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് വേറെ അടുത്തും പോകേണ്ട. അതിനിവിടെ വേക്കൻസികൾ വരുമ്പോൾ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ ഈ ലിസ്റ്റ് ജില്ലാ മിഷന് നൽകും. ജില്ലാ മിഷനിലൂടെ അവരെ ഡേറ്റ എൻട്രിക്ക് എടുക്കും. ഒക്കെ നല്ല വിദ്യാസമ്പന്നരായതുകൊണ്ടല്ലേ. പിന്നെ ഇപ്പോൾ കുടുംബശ്രീ അംഗങ്ങളല്ലാതെ കുടുംബശ്രീ ഇല്ലാതെ നിൽക്കുന്നവർക്ക് ഇപ്പോൾ ഓക്സിലറി ഗ്രൂപ്പ് വിദ്യാസമ്പന്നരായിട്ട് നിൽക്കുന്ന 18-നും 45-നും മധ്യ പ്രായമുള്ളവരുണ്ട്. അപ്പോൾ അവരെ നമ്മൾ ഓക്സിലറി ഗ്രൂപ്പ് രൂപീകരിക്കും. ഓക്സിലറി ഗ്രൂപ്പ് രൂപീകരിച്ചിട്ട് അവരെ അതിലോട്ട് ഏത് വിഭാഗത്തിലാണ് അവർക്ക് വേണ്ടുന്ന അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് ആ നിലവാരത്തിലോട്ട് അവർക്കുള്ള ജോലി കൊടുക്കും. ഇനി കുടുംബശ്രീയിലില്ല, എനിക്കൊരു ജോലി വേണം, ഞാൻ കുടുംബശ്രീ അംഗമല്ല, എൻ്റെ അടുത്ത് വരുന്നവരോട് എനിക്കൊരു ജോലി വേണമെന്ന് പറയുമ്പോൾ അവർക്ക് കുടുംബശ്രീ ഉണ്ടോയെന്ന് തിരക്കും. അഥവാ കുടുംബശ്രീ അംഗമല്ല എങ്കിൽ അവരെ കൂട്ടിച്ചേർത്ത് ഒരു കുടുംബശ്രീയിലാക്കി അവർക്ക് ഒരു ജോലി നമ്മൾ നൽകും. ഒരു കുടുംബശ്രീയിലൂടെ ഒരു കുടുംബം തന്നെ ഭദ്രമായി കൊണ്ടേയിരിക്കുകയാണ് ഓരോ സംരംഭങ്ങളിലൂടെ. അപ്പം നമ്മൾ ഇന്ന് ഇതാ കേട്ടുകൊണ്ടിരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലെ കുടുംബശ്രീ നടത്തുന്ന സംരംഭങ്ങളെക്കുറിച്ചാണ്. അത് എത്രത്തോളം ജനങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് നമ്മളിങ്ങനെ അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. അവർ നടത്തുന്ന ഓരോ സ്കീംസ്, ഓരോ പദ്ധതികൾ, ഓരോ സംരംഭങ്ങൾ, അത് എങ്ങനെയൊക്കെയാണ് ഓരോരുത്തർക്കും ഉപകാരപ്രദമായി മാറുന്നത് എന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേൾക്കേണ്ടതായിട്ടുണ്ട്, അറിയേണ്ടതായിട്ടുണ്ട്. കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM കൂടെയുള്ളത് ജോ ആണ്. നമ്മൾ കുടുംബശ്രീയുടെ സംരംഭങ്ങളെക്കുറിച്ച് നമ്മളിതാ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ കുടുംബശ്രീ നടത്തി വരുന്ന സംരംഭങ്ങളെക്കുറിച്ചാണ് കുടുംബശ്രീ വേറെ ലെവൽ എന്ന പ്രോഗ്രാമിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പദ്ധതിയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ സംരംഭങ്ങളെക്കുറിച്ച് പറയാനായിട്ട് നമ്മുടെ കൂടെയുള്ളത് പുഷ്പ കിഷോർ, ആർപ്പൂക്കര കുടുംബശ്രീ ചെയർപേഴ്സൺ. ചേച്ചി, നമ്മളിങ്ങനെ ഈ ഒരു കുടുംബശ്രീ നടത്തി വരുന്ന സംരംഭങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. ഇപ്പം നമ്മളിത് മെയിൻലി ഇപ്പം കോട്ടയം മെഡിക്കൽ കോളേജിൽ അവിടെ വരുന്ന ബൈസ്റ്റാൻഡേഴ്സ്, അവിടുത്തെ വരുന്ന രോഗികൾ അല്ലെങ്കിൽ അതുവഴി കടന്നു പോകുന്ന ആളുകൾക്ക് ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നൽകുന്ന, അവർക്ക് വേണ്ടി തുടങ്ങിയിട്ടുള്ള സംരംഭങ്ങളാണ്. അപ്പം അവരുടെ ഒരു സഹകരണം എന്തുമാത്രമാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു, ഇപ്പം നമ്മുടെ പിങ്ക് കഫേ തുടങ്ങിയിട്ട് 5 വർഷമായി എന്ന് പറയുന്നു, പാർക്കിംഗ് സിസ്റ്റം തുടങ്ങുന്നു. നമുക്ക് ഏതൊക്കെ മേഖലകളാണുള്ളത്, ഇപ്പം നമുക്കൊരു ഹെൽപ്പ് വേണ്ട എവിടെയൊക്കെയാണോ അവിടെയൊക്കെ ഈ ഒരു കുടുംബശ്രീ നമ്മുടെ കൂടെയുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ. അപ്പം ജനങ്ങളെ നിങ്ങൾക്ക് നൽകുന്ന ഒരു സഹകരണം അത് എത്രമാത്രമാണ്? ജനങ്ങളുടെ സപ്പോർട്ട് നമുക്ക് നല്ലവണ്ണം ഉണ്ടല്ലോ.
അതുകൊണ്ടല്ലേ നമ്മൾ ഇത്രയും വിജയിച്ചു പോകുന്നത്. തീർച്ചയായിട്ടും. പൊതുജനങ്ങളുടെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ വിജയിച്ചു പോകുന്നത്. അവർക്ക് ധൈര്യമായിട്ട് നമ്മളുടെ അടുത്ത് വന്ന് കാപ്പിയാണെങ്കിൽ കുടിക്കുക, ചായ ആണെങ്കിലും കുടിക്കുക. അവരുടെ ഒരു നല്ല സപ്പോർട്ട്. അതുപോലെ പാർക്കിങ്ങിൽ അവർ വാഹനം കൊണ്ടുപോയിട്ടാൽ അവരുടെ വാഹനം കിടക്കുന്നിടത്ത് നമ്മുടെ കുട്ടികൾ ചെല്ലും, കുടുംബശ്രീ അംഗങ്ങൾ ചെല്ലും. അവരുടെ വാഹനം എവിടെ ഇടണം എന്താണെന്നുള്ള അവരുടെ എല്ലാവരെയും നമുക്ക് പറഞ്ഞില്ല 100 കാണും. അതിപ്പം നമ്മളത് മൈൻഡ് ചെയ്യില്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, മുന്നോട്ട് പറഞ്ഞല്ലോ, അവരുടെ ഓരോരുത്തരുടെയും മൈൻഡ് ഓരോ സമയത്ത് മാറിക്കൊണ്ടിരിക്കും. അവർ ചിലപ്പോൾ ടെൻഷൻ അടിച്ചിട്ടായിരിക്കും. അപ്പം അതിലൊന്നും നമുക്ക് വിരോധമില്ല. നമ്മളതെല്ലാം നല്ല രീതിക്ക് തന്നെ മാറ്റിക്കൊണ്ട് നമ്മുടെ കുടുംബശ്രീ അംഗങ്ങളത് കൃത്യമായിട്ട് തന്നെ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ കൃത്യമായിട്ട് ചെയ്യുകയും അതോടൊപ്പം ഭക്ഷണം കൊടുക്കുന്നതിൽ നല്ല രീതിക്ക് തന്നെ വളരെ ആത്മാർത്ഥതയോടുകൂടി വരുന്ന പൊതുജനത്തെ എത്രത്തോളം ഭംഗിയാക്കി അവർക്ക് ആഹാരം കൊടുക്കാമോ അവരെ സംതൃപ്തരാക്കി വിടാമോ എന്നുള്ളതാണ് കുടുംബശ്രീ. ആളുകൾക്ക് വേണ്ടിയിട്ട് ചില സമയത്ത് അവരുടെ ചിന്താഗതി ഭയങ്കര ടെൻഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന ചില ആളുകൾ ഇങ്ങനെയായിരിക്കും. പക്ഷെ എന്നാലും നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഓർത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കില്ല, ഇന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഇന്നിങ്ങനെ ഒരു സംഭവം സംഭവിച്ചത് ഭയങ്കര ഇതായിരുന്നു, അങ്ങനെ മനസ്സിൽ ഓർത്ത് നിൽക്കുന്ന എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടോ കുടുംബശ്രീയുടെ കോട്ടയം മെഡിക്കൽ കോളേജിലുള്ള സംരംഭവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്? അത് അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ പുറത്ത് കുടുംബശ്രീയുടെ മെഡിക്കൽ കോളേജിൻ്റെ പുറത്ത് ധാരാളം കടകളുണ്ടല്ലോ. അവിടെ പോയി ഭക്ഷണം മേടിക്കുമ്പോൾ അവർക്ക് ചിലപ്പോഴത് അത്രയും തുക കൊടുത്ത് മേടിക്കാൻ കാണൂല. അവർക്ക് പുറത്ത് അത്രയും തുക കൊടുത്ത്, പുറത്തെന്ന് പറഞ്ഞാൽ അവർ പുറത്ത് ചെന്ന് ഓടി വന്ന് അവിടെ ചെന്ന് ആഹാരം മേടിച്ചിട്ട് ഇവിടെ വരുമ്പോൾ അത്രയും കാശില്ലെങ്കിൽ നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്കും അത്രയും തുക നിസ്സാര കാശുകളേ ആവുന്നുള്ളൂ. നമുക്ക് പുറത്തെ അത്രയും പൈസ പോലും ആകുന്നില്ല. അപ്പോൾ ഇല്ലെങ്കിൽ പോലും ചേച്ചിമാരെ ഞങ്ങൾക്ക് ഇന്നത് പൈസ ഇല്ലെന്ന് നമുക്ക് ചിലരെ കാണുമ്പോൾ നമുക്കറിയാം. ഭക്ഷണം മേടിക്കാൻ ചിലപ്പം വിഷമിച്ച് നിൽക്കുന്നവരെ കാണുമ്പോൾ അറിയാം നമ്മൾ അവർക്ക് ആ ഭക്ഷണം കൊടുക്കുകയും പൈസ ഇല്ലാതെ നമ്മൾ സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഇപ്പം ഓടി വന്നു ഇപ്പം വിഷമിച്ചിരിക്കുകയാണെങ്കിൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാമല്ലോ. അവരുടെ എന്തായാലും ഒരു മനുഷ്യൻ്റെ ഒരു ഉള്ളിലെ ഒരു വിഷമം നമ്മുടെ മുഖത്ത് കാണിക്കും. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പം ബ്ലഡ് കൊടുക്കാൻ ഇല്ലാത്തവർ കാണും, ബ്ലഡ് വേണ്ടി വരും. ചിലപ്പം 4 ജില്ലയിലെ ആൾക്കാരാണ് വരുന്നത്. ആ 4 ജില്ലയിലെ ആൾക്കാർ ഇവിടെ വരുമ്പോൾ പെട്ടെന്നൊരു ബ്ലഡ് വേണമെങ്കിൽ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ നമ്മളോട് ഇങ്ങനെ പറയുമ്പോഴേ ഞങ്ങളത് വേണ്ടുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കും. അത് നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുന്ന ഒരു സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഒത്തിരി നമ്മൾ ചില സമയത്ത് നമ്മളുടെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ പോകും. പൈസ ഇല്ലാതെ വരുന്നവരുണ്ട്, അവരെ സഹായിക്കും. പിന്നെ വീട്ടിൽ പോകാൻ പറ്റാത്തവർ വരും. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുന്നവരുണ്ടാകും, നോക്കാൻ കൂട്ടത്തിൽ ആരും ഇല്ലാതിരിക്കും. അപ്പോൾ അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുക പൈസ ഇല്ലാതെ വരുമ്പോൾ ചെയ്യുമ്പോൾ നമ്മളതൊക്കെ ചെയ്യുന്നൊരു കുടുംബശ്രീ ചെയ്യുന്നൊരു പുണ്യകർമ്മം തന്നെ. അവരിൽ നിന്നുണ്ടാകുന്ന അപ്പോഴാണ് നമുക്ക് കിട്ടുന്ന ഒരു നന്ദി വാക്കുണ്ടല്ലോ, നിങ്ങൾ എന്നെ ആ സമയത്തൊന്ന് സഹായിച്ചത് കൊണ്ട് എനിക്ക് ഇന്നത് ചെയ്യാൻ, എൻ്റെ ഭാര്യയ്ക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, അച്ഛൻ എങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾക്കതൊരു വലിയൊരു സംതൃപ്തരാണ്. അപ്പോൾ അവിടെ നിൽക്കുന്നവർ തന്നെ ഇപ്പം നമ്മളിവിടെ ചെല്ലുമ്പോഴത്തേക്കിനും ഓരോരുത്തരും ഡെത്ത് സർട്ടിഫിക്കറ്റും ബർത്ത് സർട്ടിഫിക്കറ്റിനും ഒക്കെ ആശ്രയിക്കുന്ന കോട്ടയം മെഡിക്കൽ കോളേജിനായിരിക്കും. അപ്പോൾ അവിടെ വരുമ്പോൾ എന്തെങ്കിലും ഒരു തിരുത്തലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ നമ്മളത് ചെയ്തു കൊടുക്കും. കാരണം കുടുംബശ്രീ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഏത് ജില്ലയിലെ ആൾക്കാരറിയും. ഒരു ചെയർപേഴ്സണെ അത് ആർപ്പൂക്കര എന്നല്ല. അപ്പോൾ ഈ പ്രത്യേകിച്ച് ആർപ്പൂക്കരയിൽ മെഡിക്കൽ കോളേജിൽ വരുന്നവരെല്ലാം നമ്മളോട് ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടും. നമ്മളത് കുടുംബശ്രീയിലൂടെ അത് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഓക്കെ. അപ്പം നമുക്ക് മൊത്തത്തിൽ ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഒരു 600 കുടുംബത്തോളം ഇപ്പം നമ്മുടെ കുടുംബശ്രീയിൽ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉള്ള സംരംഭങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാലും അത് നമുക്ക് ഭയങ്കര സന്തോഷം വരുന്നൊരു കാര്യമാണ്. ഈ 600 പേര് മറ്റു കുറേ ആളുകൾക്ക് വേണ്ടിയിട്ട് സഹായമായിട്ട് നിൽക്കുന്നു, അവർക്ക് താങ്ങായിട്ട് നിൽക്കുന്നു. അത് അവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സഹകരിച്ചും ഒക്കെ പോകുന്നു. അപ്പോൾ എന്തായാലും കുടുംബശ്രീ നടത്തി വരുന്ന സംരംഭങ്ങളെക്കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ള സംരംഭങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാനുണ്ട്, അറിയാനുണ്ട്. കേൾക്കാം. കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction.
കുടുംബശ്രീ വേറെ ലെവൽ എന്ന് തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ ഈ പുഷ്പ ചേച്ചി. കാരണം പുഷ്പ ചേച്ചി ആർപ്പൂക്കര കുടുംബശ്രീ ചെയർപേഴ്സൺ ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അവിടുത്തെ സംരംഭങ്ങൾ എത്രത്തോളം വിജയകരമായി പ്രവർത്തനം നടത്തി വരുന്നു എന്നുള്ളത് നമ്മൾ കേട്ടു. അതെങ്ങനെ മറ്റുള്ളവർക്ക് ഹെൽപ്ഫുൾ ആകുന്നു തുടങ്ങിയതൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ ചേച്ചി ഇപ്പം നമ്മൾ കേട്ടു, ഇപ്പം ഓരോ മേഖലയിൽ ഇപ്പം എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പം ഫുഡ് ആയിക്കോട്ടെ, പാർക്കിംഗ് സിസ്റ്റം ആയിക്കോട്ടെ, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആയിക്കോട്ടെ, ക്ലീനിങ് സിസ്റ്റം ആയിക്കോട്ടെ, എല്ലാ മേഖലകളിലും കുടുംബശ്രീയുടെ ഒരു കയ്യൊപ്പ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ട്. ഒരു സഹായമായിട്ട് ആ കൈകൾ അവിടെ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ് വരുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇനി ഇപ്പം ജനങ്ങളാണെങ്കിൽ അവരുടെ സപ്പോർട്ടാണ് നമുക്ക് ഇത്രയും സംരംഭങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു വിജയം നമുക്ക് കൈവരിക്കാനായിട്ട് സാധിച്ചത് എന്നൊക്കെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി അടുത്തത് എന്തൊക്കെയാണ് കുടുംബശ്രീ നടത്തി വരാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ കുടുംബശ്രീ നടത്താനായിട്ടുള്ള പുതിയ പദ്ധതികൾ എന്തൊക്കെയാണ്, അതിൻ്റെ അപ്ഡേറ്റ്സുകൾ ഒന്ന് പറയാമോ? നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, അവിടെ ധാരാളം കുറച്ച് സ്ഥലങ്ങളിലായിട്ട് കുറച്ച് ഭൂമികൾ കിടപ്പുണ്ട്. അവിടെ നമുക്ക് ജെഎൽജികളുണ്ട്, അതായത് കുടുംബശ്രീയുടെ കൃഷി ഗ്രൂപ്പുകൾ. അവിടെ നമുക്ക് ജെഎൽജികളെ കൊണ്ട് കൃഷി ചെയ്യാനുള്ളൊരു സംവിധാനങ്ങൾ ഞങ്ങൾ ആലോചനയിലിട്ട് വരുന്നുണ്ട്. തരിച്ചായിട്ട് ഭൂമി കിടക്കുക, അപ്പോൾ ആ ഭൂമിയിൽ എന്തെങ്കിലും കൃഷി ചെയ്തുകൊണ്ട് ആ വനിതകൾക്ക് വരുമാനം ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ ചെടിത്തോട്ടങ്ങൾ, പൂന്തോട്ടം. മെഡിക്കൽ കോളേജിൽ വരുമ്പം പല മാനസികാവസ്ഥയിൽ വരുന്നവർക്ക് ഒരു പൂന്തോട്ടം നല്ല ഇത് ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അവിടെ വന്നിരിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിനൊരു മാറ്റം വരുമല്ലോ, ഒരു കുളിർമ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരാലോചന ഞങ്ങൾ ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്കവിടെ ഫാർമസി ആയിട്ട് കുടുംബശ്രീക്ക് തുടങ്ങാം. ഇതെല്ലാം തൊഴിലവസരങ്ങൾ വരുന്ന കാര്യങ്ങളാണ്. ഫാർമസി തുടങ്ങാം, അതോടൊപ്പം തന്നെ ലാബുകൾ തുടങ്ങാം. കുടുംബശ്രീക്ക് ലാബുകൾ തുടങ്ങാം, സ്കാനിങ് സെൻറ്റർ തുടങ്ങാം. ഇതെല്ലാം കുടുംബശ്രീക്ക് സർക്കാരും മെഡിക്കൽ കോളേജും അനുവദിച്ച് തരുവാണെങ്കിൽ ഇതിനെല്ലാം വിദ്യാസമ്പന്നരായിട്ട് ഇതെല്ലാം പഠിച്ചിട്ട് നിൽക്കുന്ന കുടുംബശ്രീ കുടുംബങ്ങളിലെ കുട്ടികൾ നമുക്കുണ്ട്. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെ ഡോക്ടേഴ്സിൻ്റെ ക്വാർട്ടേഴ്സ് ഉണ്ട്. വാർഡിൽ നോക്കാൻ ആരുമില്ലാതെ കിടക്കുന്ന വൈകളുണ്ട്. അവർക്കൊക്കെ ഭക്ഷണങ്ങൾ എത്തിക്കണം. നമ്മൾ ഭക്ഷണം എത്തിച്ചുകൊണ്ടേ കൊടുക്കണം. ഇപ്പം ക്വാർട്ടേഴ്സിലൊക്കെ ഡോക്ടേഴ്സൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഒത്തിരി വൈകി, അവരൊക്കെ 24 hour വർക്ക് ചെയ്യുന്നവരോ ഡോക്ടേഴ്സല്ല. അവരുടെ സേവനങ്ങൾ വലുത് തന്നെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച്. അപ്പോൾ അവിടെയെല്ലാം ഭക്ഷണം നമ്മളെ വിളിച്ച് പറഞ്ഞാൽ ഓൺലൈനായിട്ട് നമ്മൾ കൊണ്ട് കൊടുക്കാനുള്ളൊരു സംവിധാനവും നമ്മൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ വിവിധ മേഖല എല്ലാവർക്കും ഒരു സഹായം എന്ന രീതിയിൽ കുടുംബശ്രീ കൂടെ ഉണ്ട് എന്ന് തെളിവാകുന്ന രീതിയിലുള്ള പദ്ധതികളാണ് ഇനി വരാനായിട്ട് പോകുന്നത്. എന്നാലും പദ്ധതികളൊക്കെ ഗംഭീരമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി എന്തായാലും കുറച്ച് പാട്ടുകളാണ്. പാട്ടുകൾക്ക് ശേഷം ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് പുഷ്പചേച്ചിയിൽ നിന്ന് കേട്ടറിയേണ്ടതായിട്ടുണ്ട്. കേൾക്കാൻ അറിയാം കുടുംബശ്രീ വേറെ ലെവൽ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM കുടുംബശ്രീ വേറെ ലെവൽ എന്ന സ്പെഷ്യൽ പ്രോഗ്രാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള എക്സ്പെർട്ട് പുഷ്പ കിഷോർ, ആർപ്പൂക്കര കുടുംബശ്രീ ചെയർപേഴ്സൺ. ചേച്ചി, നമ്മൾ കുടുംബശ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥാപനം, അല്ലെങ്കിൽ നമ്മുടെ കൂടെ എന്നും നിലനിൽക്കുന്ന ഈ ഒരു സമ്പ്രദായം നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്രത്തോളം സഹായകരമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഇനി കേട്ടുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം സഹായകരമായിരുന്നു, ഇപ്പോൾ എത്രത്തോളം സഹായകരമാണ്, ഇനി എത്രത്തോളം സഹായകരമാകും എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടറിഞ്ഞു. അപ്പം എന്തായാലും ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം പിങ്ക് കഫേ ആയിക്കോട്ടെ, ജനകീയ ഹോട്ടൽ ആയിക്കോട്ടെ, അവിടെയുള്ള എല്ലാ സംരംഭങ്ങളും ഇനിയും വളർച്ചയിലേക്ക് വരട്ടെ. ഒരുപാട് പേർക്ക് ഇനിയും അതൊരു ഒരു തൊഴിലവസരം സൃഷ്ടിക്കാനായിട്ട് സാധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ചേച്ചി പറഞ്ഞതുപോലെ തന്നെ കുടുംബശ്രീയിൽ തന്നെ ഒരുപാട് ആളുകൾ ഇപ്പം പഠിപ്പും വിദ്യാഭ്യാസമുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പം അവർക്ക് ലാബ് ടെക്നീഷ്യനായിട്ടും ഒക്കെ നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ. അപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ നമ്മുടെ ഗവൺമെൻറ് അനുവദിക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ ചേച്ചിയിലേക്ക് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. എന്താണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഇനി പറയാനായിട്ടുള്ളത്? ഇനി നമുക്ക് പറയാനായിട്ടുള്ളത്, നമ്മുടെ കുടുംബശ്രീയിലൂടെ, അതായത് അതിനോട് മെഡിക്കൽ കോളേജിനോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്തുകളിൽ നിന്നും ഇതുപോലെ ആൾക്കാരെ അവിടെ എടുക്കുന്നുണ്ട്. ക്ലീനിങ്ങിനായിട്ടും കുടുംബശ്രീയിൽ നിന്നും ആൾക്കാരെ എടുക്കുന്നുണ്ട്. ഇത്രയും കുടുംബങ്ങളെ കോട്ടയം മെഡിക്കൽ കോളേജിലൂടെ അവരുടെ ജീവിത മാർഗം വരുമാനദായകമാക്കി മാറ്റുവാനായിട്ടും അവരുടെ കുടുംബങ്ങളെ മെച്ചപ്പെടുത്തുവാനായിട്ടും കുടുംബശ്രീക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പം മെഡിക്കൽ കോളേജ് എന്ന ഹൃദയഭാഗം എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ പ്രധാന ഭാഗം ആരാ? കുടുംബശ്രീ ഇല്ല, മെഡിക്കൽ കോളേജ് ഇല്ല. മെഡിക്കൽ കോളേജിൻ്റെ നട്ടായ ഭാഗം കുടുംബശ്രീയായി മാറി.
ഇതിനെല്ലാം അവസരം ഒരുക്കി തന്നതാരാ? മിഷനാണ്, കുടുംബശ്രീ മിഷനാണ്. അപ്പോൾ കുടുംബശ്രീ എന്ന് പറയുന്ന ഈ വലിയൊരു പ്രസ്ഥാനം മഹത്തായ ഒരു മേഖലയായി മാറും. നാളെ സമൂഹത്തിന് വലിയൊരു മാർഗരേഖയായി കുടുംബശ്രീ മാറുമെന്നുള്ളതിന് ഒരു മാറ്റവുമില്ല. ഇത്രയും കുടുംബങ്ങളെ രക്ഷിച്ചു വരുന്ന ഒരു കുടുംബശ്രീ പ്രസ്ഥാനം ഒരിക്കലും നിലയ്ക്കാതെ മുന്നോട്ട് പോട്ടെ. അതെ, മുന്നോട്ട് തന്നെ പോട്ടെ, വിജയകരമായി മുന്നോട്ട് പോട്ടെ. ഓക്കെ, അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന വിജയകരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരുപാട് സംരംഭങ്ങളെ കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കുടുംബശ്രീ വേറെ ലെവൽ എന്ന സ്പെഷ്യൽ പ്രോഗ്രാമിലൂടെ. ഇത്രയും മാറ്റങ്ങൾ വരുത്തി നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മളുടെ ഇവിടുത്തെ മന്ത്രിയുടെ ഒരു വലിയൊരു കയ്യൊപ്പ് അതിൻ്റെ അകത്ത് പതിഞ്ഞിട്ടുണ്ട്. അത്രയും മാറ്റം, വികസനങ്ങൾ ധാരാളം മെഡിക്കൽ കോളേജിൽ വരുന്നുണ്ട്. ആ വികസനത്തിനോടൊപ്പം കുടുംബശ്രീയും വികസിക്കുക. അപ്പോൾ അവിടെ അതിന് വേണ്ടുന്ന സപ്പോർട്ടുകൾ ചെയ്തു തരുന്ന നമ്മുടെ ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി വാസൻ സാറിനെ നമുക്ക് മറക്കാൻ പറ്റില്ല. മെഡിക്കൽ കോളേജിനെ ഇത്രയും ബൃഹത്തായ ഒരു സംവിധാനമാക്കി മാറ്റിയ കോട്ടയം മെഡിക്കൽ കോളേജിനെ ഇത്രയും വലിയൊരു മേഖലയാക്കി മാറ്റിയെങ്കിൽ അതുപോലെ തന്നെ കുടുംബശ്രീ പ്രസ്ഥാനത്തെയും വേറെ ഒരു ലെവലിൽ എത്തിച്ചത് ബഹുമാന്യനായ മന്ത്രി തന്നെയാണ്. അദ്ദേഹത്തോടും കുടുംബശ്രീ കടപ്പെട്ടിരിക്കും. ഓക്കെ ഓക്കെ, അങ്ങനെ ഞങ്ങളും കടപ്പെട്ടിരിക്കുകയാണ്. നമുക്കൊരു നേരത്തെ ഒരു ചായ അല്ലെങ്കിൽ ഇപ്പം പെട്ടെന്ന് വരുന്ന ഒരാൾക്ക് ഒരു ഫുഡിന് നോക്കുവാണെങ്കിൽ ഫുഡ് അവിടെ സൗകര്യങ്ങളുണ്ട്. നമ്മുടെ വാഹനത്തിന് സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് പാർക്കിംഗ് ഏരിയ ഉണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലും കുടുംബശ്രീ ഉണ്ട് എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് എന്തായാലും നമ്മുടെ ഇന്നത്തെ കുടുംബശ്രീ വേറെ ലെവൽ എന്ന പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. അതിന് മുന്നേ ചേച്ചി താങ്ക് യു സോ മച്ച്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞപ്പം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവർത്തിച്ചു വരുന്ന കുടുംബശ്രീ സംരംഭങ്ങളിൽ തന്നെ 600 പേരോളം വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്കൊക്കെ ഒരു ബിഗ് താങ്ക്സ് പറയുകയാണ്. അപ്പം എന്തായാലും ചേച്ചിക്കും ഒരുപാട് നന്ദി. ചേച്ചിയുടെ വിലപ്പെട്ട സമയം നമ്മളോട് കൂടെ പങ്കുവച്ചു. ഇപ്പോൾ ചേച്ചി വന്ന സമയത്താണെങ്കിലും മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു. അപ്പം അതിന് പോകണം എന്നൊക്കെ ഭയങ്കര ധൃതിപ്പെട്ടാണ് വന്നത്. എന്തായാലും അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചേച്ചി ഭയങ്കര കൂളായി സന്തോഷിച്ച് തന്നെയാണ് പറഞ്ഞത്. എന്തായാലും ആ ഒരു സന്തോഷം നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് ഇനിയും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. താങ്ക് യു. എന്നെ വിളിച്ചതിനും ഇങ്ങനൊരു പരിപാടിക്ക് എന്നെ വിളിച്ചതിൽ ഒത്തിരി ഒത്തിരി കടപ്പെട്ടിരിക്കുന്നു. കുടുംബശ്രീ മിഷൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ.